നമസ്കാരം. ഇന്നലെ വലിയ തോതിൽ വൈറലായ ചർച്ചയായ ഒരു വാർത്തയാണ് തൃശൂർ വടക്കാഞ്ചേരിയിൽ കുറെ സ്കൂൾ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിൽ കയറാൻ ചെന്നപ്പോൾ അവരെ ബസ്സിൽ കയറ്റാതെ പോയ ഒരു വാർത്ത. കണ്ടക്ടർ അവരോട് കയറണ്ട എന്ന് പറഞ്ഞത്. നിസ്സഹായരായിട്ട് ആ വിദ്യാർത്ഥികൾ അവിടെ നിന്നതും കൂപ്പുകൈയോടുകൂടി അദ്ദേഹത്തിനോട് അപേക്ഷിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. വളരെയധികം വിഷമം തോന്നി അത് കണ്ടപ്പോൾ. വിഷമം തോന്നിയത് കുട്ടികളുടെ അവസ്ഥയിൽ മാത്രമല്ല, അയാൾക്ക് എങ്ങനെ അത് തോന്നി എന്നുള്ളതാണ്. എല്ലാവർക്കും മക്കളൊക്കെ ഉള്ളതാണ്, നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതൊക്കെയാണ്. സ്വകാര്യ ബസ്സുകാരുടെ ബുദ്ധിമുട്ട്, അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, അതൊക്കെ മറ്റൊരു കാര്യം. അത് നമ്മുടെ കുഞ്ഞുമക്കളുടെ പഠനത്തെയോ അവരുടെ മനസ്സിനെയോ ബാധിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊന്ന് ചിന്തിച്ചൂടെ? ഈ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു? ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് ശരിയാണ്. അവരുടെ ഭാഗത്തു നിന്ന് പറയാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും, അവരും നഷ്ടത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറ്റാതിരുന്നത് കൊണ്ട് അവർക്കെല്ലാം അങ്ങ് റെഡിയായോ? ആ 5-6 കുഞ്ഞുങ്ങളോട് ബസ്സിൽ കയറണ്ട എന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് സോൾവ് ആയോ എന്നാണ് ചോദിക്കുന്നത്. ആ കുട്ടി ആ കൈകൂപ്പി തൊഴുതുകൊണ്ട് കണ്ടക്ടറോട് അപേക്ഷിച്ച് ആ കുട്ടി പറയുന്നത്, ഞങ്ങൾ നിന്ന് പൊയ്ക്കോളാം ചേട്ടാ, ബസ്സിൽ നിന്ന് പൊയ്ക്കോളാം, ഇരിക്കില്ല എന്ന് പറഞ്ഞത്. എന്തൊരു കഷ്ടമാണ്. ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന കുട്ടികളാണ് അവർ. കൃത്യസമയത്ത് വീട്ടിലെത്തണ്ടേ അവർക്ക്? അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യണ്ടേ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതല്ലേ? ഒരു കാരണവശാലും ഇങ്ങനെ മനസ്സ് നമ്മൾ കല്ലാക്കരുത്. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ കാര്യങ്ങൾ ക്ലിയറായിട്ട് നടക്കുന്നില്ല, അതുകൊണ്ട് മറ്റുള്ളവരെയും പരിഗണിക്കില്ല. അങ്ങനെ ചെയ്തുകൂടാ. അവരെയും കൂടെ ബസ്സിലൊന്ന് കയറ്റിയെന്ന് കരുതി ഒരു മൂലയ്ക്ക് അവരും കൂടെ ഇരുന്നെന്ന് കരുതി ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു അഡീഷണൽ ഭാരവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ ആരോടൊക്കെയുള്ള അല്ലെങ്കിൽ സർക്കാരിനോടുള്ള പകപോക്കൽ കുഞ്ഞു പിള്ളേരോട് നടത്തുകയായിരുന്നു ചെയ്തത്. ഇതിനെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. വളരെ നല്ല കാര്യം. ആ കണ്ടക്ടർ കുട്ടികളോട് മാപ്പ് പറയണം. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഓൾറെഡി കുട്ടികൾ ഇപ്പോൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടുള്ള സമ്മർദ്ദത്തിനിടയിലാണ് ജീവിക്കുന്നത്. നമ്മളൊന്നും ജീവിച്ചതുപോലുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയല്ല. ഈ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കടന്നു വരവോടുകൂടി, അതുകൂടാതെ മാതാപിതാക്കൾ വലിയ തിരക്കിലായി പോയതോടുകൂടി കുട്ടികളുടെ ബാല്യം തന്നെ, കൗമാരമൊക്കെ തന്നെ അനാഥമാകുന്ന ഒരവസ്ഥയിലാണ്. അവരെ കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ, അവർക്ക് ഉത്തരവാദിത്വം പറയാൻ ആളില്ലാത്ത അവസ്ഥ, അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ ജീവിക്കുന്നു. വീട്ടിലുള്ള മുതിർന്നവർ വേറൊരു രീതിയിൽ ജീവിക്കുന്നു. ആരെയും ആശ്രയിക്കാനില്ലാത്ത അവസ്ഥ, സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ കടന്നുകയറ്റം, പല രീതിയിൽ അവർക്ക് എവിടെ നിന്നും നന്മ കണ്ടെത്താൻ കഴിയാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത്. ആ സമയത്ത് മനുഷ്യർ നേരിട്ട് കൂടി ഇത്രയും വലിയ തിന്മകൾ അവരോട് കാണിച്ചാൽ, ഇത്രയും വലിയ നീതി നിഷേധം കാണിച്ചാൽ അത് വലിയൊരു മഹാപാപമാണ്. ഒരിക്കലും ദൈവം പോലും പുറത്തു കൊടുക്കില്ല. ഈ സ്വകാര്യ ബസ്സുകാർ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഇത്തരം ഒരു നീതി നിഷേധം അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ ഒരു ക്രൂരത, അത് പുതിയ സംഭവമൊന്നുമല്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തും TTCക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സാരിയുടെ യൂണിഫോമിൻ്റെ കളറ് കണ്ടാൽ ഇവന്മാർ ബസ് നിർത്തില്ലായിരുന്നു. കുറേ പ്രൈവറ്റ് ബസ്സുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൺസെഷൻ ആണല്ലോ, നമുക്ക് സ്റ്റുഡൻസ് ടിക്കറ്റ് ആണല്ലോ, അപ്പോൾ 1 രൂപയാണ് നമ്മളാകെ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കണ്ടാലും ഒരു ബസ് നിർത്തില്ല. എന്നിട്ട് കയറിയാലും നമ്മളെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. നാണമില്ല, ഇത്രയും വലുതായിട്ടും സാരി എടുത്തിട്ട് സ്റ്റുഡൻസ് ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ, 1 രൂപ തന്ന് യാത്ര ചെയ്യാൻ നാണമില്ലേ? ഫുൾ ടിക്കറ്റ് എടുക്കാത്തത് എന്താണെന്നൊക്കെ ചോദിക്കും. യൂണിഫോമിന്റെ നിറത്തെ പറ്റി അധിക്ഷേപിക്കും. ഒരു ബെല്ലടിച്ച് നിർത്തും. ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ ഡബിൾ ബെല്ലടിച്ച് നീക്കും. ഞങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി അങ്ങ് ദൂരെ മാറ്റി നിർത്തും. അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്തുകൂടാ. പഠിക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികത്തിന് വേറൊരു മാർഗവുമില്ല. വീട്ടുകാരെ അമിതമായിട്ട് സാമ്പത്തികത്തിന് വേണ്ടി ആശ്രയിക്കാൻ പറ്റില്ല. സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള ഒരു സ്വാശ്രയത്വം വേണം. അതിന് സർക്കാർ കൊടുക്കുന്ന ഒരു പിന്തുണയാണ് ഈ സ്റ്റുഡൻസ് ടിക്കറ്റൊക്കെ അല്ലെങ്കിൽ കൺസെഷൻ കാർഡുകളൊക്കെ. അതിനൊക്കെ മാനിക്കേണ്ട ബാധ്യത സ്വകാര്യ ബസ്സുകൾക്കാണെങ്കിലും സർക്കാർ ബസ്സുകൾക്കൊക്കെ ആണെങ്കിലും ഉണ്ട്. അധികം ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്ത റൂട്ടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് ബസ്സിൽ കൺസെഷൻ പതിക്കണമെങ്കിൽ ഓർഡിനറി ബസ് ആയിരിക്കണം. അപ്പോൾ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ ഇറക്കുക. സർക്കാർ കൂടി കണ്ണു തുറക്കണം. ഈയിടെ തമിഴ്നാട്ടിൽ കേട്ടു, വിജയ് ഒരു ബസ് ഇല്ലാത്ത ഏരിയയിൽ, ബസ് റൂട്ട് അവിടെ ഇല്ല. അവിടുത്തെ കുട്ടികളൊക്കെ ഒരുപാട് മലയും കാടും ഒക്കെ താണ്ടിയാണ് സ്കൂളുകളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. സൈക്കിളിലും കാളവണ്ടിയിലും ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് സൗകര്യത്തിന് വേണ്ടി നല്ല റോഡൊക്കെ റെഡിയാക്കി അവിടേക്ക് ബസ് സർവീസൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. അങ്ങനെ നല്ല നല്ല
പദ്ധതികളൊക്കെ ഇവിടെയും കൊണ്ടുവരണം. നമ്മുടെ വിദ്യാർത്ഥികളാണ് നാളത്തെ നമ്മുടെ സമ്പത്ത്, ഇന്നത്തെ സമ്പത്ത് തന്നെ അവരാണ്. അപ്പോൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ അവർക്ക് നല്ല പരിഗണന കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിയെയും നാളേക്ക് നമുക്ക് ഉതകുന്നതാണ് അവരുടെ ബുദ്ധിയൊക്കെ അല്ലേ, നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണ് അതൊക്കെ. അവരുടെ നീതിബോധമൊക്കെ വളർത്തിയെടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തന്നെ അവരോട് ഇങ്ങനെ അന്യായം കാണിക്കാൻ തുടങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്തുകൂടാ. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാണെങ്കിലും ഈ കൺസെഷൻ പതിക്കുന്ന കുട്ടികളെയൊക്കെ എന്തോ ഒരു പ്രത്യേക ജീവികളെ പോലെയാണ്. ഇവർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നതായിട്ടുള്ള ഒരു തോന്നലിലൊക്കെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരാണെങ്കിലും ബസ് ജീവനക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ കണ്ടുകൂടാ. പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരാണ് കൂടുതലായിട്ടും ഇത് കാണിക്കുന്നത്. കുട്ടികൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് ഇതിലൂടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇന്നലെ തന്നെ കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കൈ കൂപ്പി നിന്ന് പറയുകയാണ്, ഞങ്ങൾ നിന്നു പൊയ്ക്കോളാം, ഇരിക്കുന്നില്ല. അങ്ങനെ യാചിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവകാശപ്പെട്ടതാണത്. വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ടതാണ് ഒരു സീറ്റ് അല്ലെ, ആ സ്റ്റുഡൻസ് ടിക്കറ്റ് അല്ലെങ്കിൽ ബസ് കൺസെഷനിലൂടെ ഫ്രീ ആയിട്ടല്ല, നമ്മുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. ഏതായാലും ഈ ഒരു സംഭവത്തിൽ അങ്ങേയറ്റത്തെ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? സ്വകാര്യ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്നാണോ സംസാരിക്കുന്നത്? അതായത് അവർക്ക് നഷ്ടമുണ്ട്, അവരുടെ കാര്യം കൂടെ പരിഗണിക്കണ്ടേ, അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അതോ ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്നാണോ നിങ്ങൾ സംസാരിക്കുന്നത്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കണ്ടെത്താനുള്ളത്? നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.